In this video, we will be discussing on the topic green building. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് എന്ന ടോപ്പിക്ക് തുടങ്ങിയായിരുന്നു ബേസ്ഡ് ഓൺ മൊഡ്യൂൾ 5 ടോപ്പിക്സ്. ഓക്കെ, അപ്പം ഗ്രീൻ ബിൽഡിംഗ് ഈസ് എ സബ് പോയിന്റ് കമ്മിങ് അണ്ടർ ദിസ് സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്. അപ്പം ഞാനിവിടെ കുറച്ച് ഗ്രീൻ ബിൽഡിംഗ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന കുറച്ച് ഫിഗേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഇത് ലോകത്തിൽ പല ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രീൻ ബിൽഡിങ്സ് ആണ്. നമുക്ക് ഈ പറഞ്ഞ സർഫസിലൊക്കെ പലയിടത്തും ഈ ഗ്രീൻ വെജിറ്റേഷൻസ് പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അതുമാത്രം ചെയ്യുന്നതുകൊണ്ട് ഒരു ഗ്രീൻ ബിൽഡിംഗ് ആകത്തില്ല. ഗ്രീൻ ബിൽഡിങ്ങിനകത്ത് വരുന്ന കമ്പോണൻസും ഒരു ബിൽഡിംഗ് എങ്ങനെ നമുക്ക് ഗ്രീൻ ബിൽഡിംഗ് ആക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ കമ്പോണൻസ് അതിനകത്ത് വരുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കകത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പോലെ. വാട്ട് ഈസ് എ ഗ്രീൻ ബിൽഡിംഗ്? Green building is the construction and renovation of buildings to reduce their impact on the environment. These buildings are built to be more energy efficient, use fewer natural resources and reduce waste and pollution. അപ്പോൾ നമ്മൾ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് സ്റ്റാർട്ടിങ് തൊട്ട് പഠിച്ച കുറേ കേസസ് ഒരുമിച്ച് ചേർത്ത് പറയുന്നൊരു കൺസെപ്റ്റാണ് ഇൻ റിലേഷൻ ടു ബിൽഡിങ്സ്. ഓക്കെ, അപ്പം നമ്മുടെ എൻവറോൺമെൻറ്റിന് വരുന്ന ഇമ്പാക്റ്റ് ഏറ്റവും കുറച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ ടൈപ്പ് ഓഫ് കെട്ടിടമാണ് ഈ പറഞ്ഞ ഗ്രീൻ ബിൽഡിംഗ്. ആ ബിൽഡിങ് മോർ എനർജി എഫിഷ്യൻ്റ് ആയിരിക്കും, നാച്ചുറൽ റിസോഴ്സ് വളരെ കുറച്ച് ഉപയോഗിക്കത്തുള്ളൂ, വേസ്റ്റ് ജനറേഷൻ വളരെ കുറവായിരിക്കും, പൊല്യൂഷനും വളരെ കുറവായിരിക്കും. അപ്പം കറക്റ്റ് ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ it is defined as a building which can function using optimum or less amount of energy, consuming less water and other resources, generating minimum waste and creating spaces for healthy and comfortable living as compared to conventional buildings. Okay, so കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാര്യങ്ങൾ വിത്ത് റെസ്പെക്ട് ടു എനർജി, വിത്ത് റെസ്പെക്ട് ടു വാട്ടർ, വിത്ത് റെസ്പെക്ട് ടു റിസോഴ്സസ്, വിത്ത് റെസ്പെക്ട് ടു വേസ്റ്റ് ആൻഡ് വിത്ത് റെസ്പെക്ട് ടു സ്പേസസ്, വേവിറ്റി. ഇങ്ങനെ 5-6 പോയിന്റ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞ ഹെഡിങ്ങിനകത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് ഓരോ ഹെഡിങ്സും ഡിഫൈൻ ചെയ്യാം. അപ്പോൾ കൺസ്ട്രക്ഷൻ പ്രിൻസിപ്പിൾസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 6 കൂട്ടം കൺസ്ട്രക്ഷൻ പ്രിൻസിപ്പിളുണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ സസ്റ്റൈനബിൾ സൈറ്റ് ഡിസൈൻ, സെക്കൻഡ് വൺ എനർജി ആൻഡ് എൻവറോൺമെൻറ്റ്, തേർഡ് വൺ വാട്ടർ ആൻഡ് എൻവറോൺമെൻറ്റ്, ഫോർത്ത് വൺ ഇൻഡോർ എയർ ക്വാളിറ്റി, ഫിഫ്ത്ത് വൺ ലെസ് എനർജി ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ലാസ്റ്റ് വൺ വേസ്റ്റ് റിഡക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഹെഡിങ്ങിനെ ബേസിലാണ് നമ്മൾ പറഞ്ഞ ബിൽഡിംഗ് പ്രിൻസിപ്പിൾസ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പം സസ്റ്റൈനബിൾ സൈറ്റ് ഡിസൈനിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആലോചിക്കേണ്ട പോയിന്റ് ഇതാണ്: ബ്ലെൻഡിങ് വിത്ത് നാച്ചുറൽ എൻവറോൺമെൻറ്റ് ആൻഡ് പ്രിസർവിങ് ഗ്രീൻ സ്പേസ്. ഒരു സൈറ്റിനകത്ത് ഏതെങ്കിലും തരത്തിലൊരു ഗ്രീനറിയോ അല്ലെങ്കിൽ വെജിറ്റേഷൻ ഉണ്ടെങ്കിൽ, ട്രീസോ പ്ലാന്റ്സോ ഉണ്ടെങ്കിൽ അത് ഡിസ്ട്രോയ് ചെയ്യാതെ വേണം നമ്മുടെ കൺസ്ട്രക്ഷൻ മാക്സിമം കൊണ്ടുപോകാൻ വേണ്ടി, വിത്ത് റെസ്പെക്ട് ടു ഗ്രീൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വരുമ്പോഴത്തേക്ക്. ആ രീതി പറയുവാണെങ്കിൽ. അതേപോലെ എനർജി ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നാച്ചുറലായിട്ട് വെന്റിലേഷൻ കൊടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അതേപോലെ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ടാപ്പ് ചെയ്യാൻ നോക്കുക, സൺലൈറ്റ്, വിൻഡൊക്കെ ടാപ്പ് ചെയ്യാൻ നോക്കുക മാക്സിമം. അതേപോലെ വാട്ടർ വെച്ചപ്പോൾ പറയുകയാണെങ്കിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒരു ബേസിക് ഒരു ഐറ്റമാണ് വിത്ത് റെസ്പെക്ട് ടു ഗ്രീൻ ബിൽഡിങ്. പിന്നെ റീയൂസ് ഓഫ് ട്രീറ്റഡ് ഗ്രേ വാട്ടർ. ഗ്രേ വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിങ്ക്, ഷവർ എന്നൊക്കെ വരുന്ന വാട്ടറാണ്. ആ വാട്ടർ ഒന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എന്തെങ്കിലും ഒരു പർപ്പസിൽ ഉപയോഗിക്കാൻ പറ്റും, എസ്പെഷ്യലി ഫോർ ഗാർഡനിങ് പർപ്പസ്, അല്ലെങ്കിൽ വാഷിംഗ്, അതൊക്കെ ചെറുതായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. സോ കറസ്പോണ്ടിങ് ആ പറഞ്ഞ ഗ്രേ വാട്ടർ റീയൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉണ്ട്, പ്ലസ് റീയൂസ് ഓഫ് ട്രീറ്റഡ് ഗ്രേ വാട്ടർ. ഇനി എയർ ക്വാളിറ്റി പറയുമ്പോഴത്തേനും നമുക്ക് വെന്റിലേഷൻ വരും, സൗണ്ടിൻ്റെ കാര്യത്തിൽ അക്കോസ്റ്റിക്സ് വരും, പിന്നെ പെയിൻറ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന പെയിൻറ്റിൻ്റെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് വളരെ കുറച്ചുള്ള, അല്ലെങ്കിൽ അത്രയും വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എമിറ്റിംഗ് ലോ ആയിട്ട് എമിറ്റ് ചെയ്യുന്ന പെയിൻറ്റ്സ്, അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇൻഡോറിലെ ക്വാളിറ്റി നമുക്ക് വർദ്ധിക്കാൻ പറ്റും. പിന്നെ ലെസ് എനർജി മെറ്റീരിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ലോക്കലി അവൈലബിൾ മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ നോക്കുക, പ്ലസ് ആ സെയിം മെറ്റീരിയൽസ് റീസൈക്കിൾ ചെയ്യാനും റീയൂസ് ചെയ്യാനും പറ്റുന്നതായിരിക്കണം. ഓക്കെ, ആൻഡ് ഫൈനലി ലാസ്റ്റ് പോയിന്റ് വേസ്റ്റ് റിഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺസ്ട്രക്ഷൻ ഫേസ്, അതായത് പ്ലാനിങ് ഫേസ് ആവാം, ഓപ്പറേഷൻ ഫേസ് ആവാം, റെനോവേഷൻ, ഡെമോളിഷൻ, ഇതൊക്കെയാണ് ഈ പറഞ്ഞൊരു ബിൽഡിങ്ങിനെ പറ്റി ഒരു ഡിഫറെൻറ്റ് ഫേസ് ഓഫ് ബിൽഡിങ്. അപ്പം ഏത് സ്പേസ് ആണെങ്കിലും ഏറ്റവും വേസ്റ്റ് ജനറേഷൻ കുറച്ച് വേണം ആകാൻ വേണ്ടി. അപ്പം എല്ലാ ഫേസസിലും വേസ്റ്റ് ജനറേഷൻ വളരെ കുറഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒരു
ഗ്രീൻ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ പ്രിൻസിപ്പിൾസ് വിത്ത് റെസ്പെക്ട് ടു സൈറ്റ്, എനർജി, വാട്ടർ, എയർ ക്വാളിറ്റി, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് വേസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇത്രയാണ് എഴുതേണ്ടത്. ഇനിയിപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോയിന്റ്സ് എല്ലാം കൂടെ ചേർത്തൊരു സ്കീമാറ്റിക് ഡയഗ്രാം കാണിച്ചേക്കുവാണ്. ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം 0 VOC പെയിൻറ്റ്സ് ഉപയോഗിക്കുക, പിന്നെ എനർജി അപ്ലയൻസസ് വരുമ്പോഴത്തേനും സ്റ്റാർ റേറ്റിംഗ് ഉള്ള അപ്ലയൻസസ് ഉപയോഗിക്കാൻ നോക്കുക, അതേപോലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുക്കുക, അതേപോലെ റൂഫിങ്ങിൻ്റെ കാര്യം, എനർജി എഫിഷ്യൻറ്റ് വിൻഡോസ്, പിന്നെ ഹൈ ക്വാളിറ്റി ഇൻസുലേഷൻ ആൻഡ് സീലിംഗ്, മിനിമം കാർപ്പറ്റ് യൂസ്, ട്രീസിൻ്റെ പ്രസൻസ്, പിന്നെ സൺലൈറ്റ് ഉപയോഗിക്കുന്ന ഓപ്ഷൻസ്. അപ്പം ഇങ്ങനത്തെ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ഒരുമിച്ച് വരുമ്പോഴാണ് ഈ പറഞ്ഞൊരു എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ് ഈ പറഞ്ഞ നമ്മുടെ ഒരു ഗ്രീൻ ബിൽഡിംഗ്. അപ്പം ഓൾമോസ്റ്റ് ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് വരുന്ന സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ഒരു ആവറേജ് സേവിങ് ഓഫ് എ ഗ്രീൻ ബിൽഡിംഗ് ഒന്ന് പറയുവാണെങ്കിൽ കാർബൺ എമിഷൻസ്, വാട്ടർ യൂസ്, എനർജി യൂസ്, സോൾട്ട് വേസ്റ്റ്, ഇതെല്ലാം അത്യാവശ്യം നമുക്ക് സേവിങ്സ് കിട്ടും. 35%, 40%, 50%, 70% ഒക്കെ പറഞ്ഞ് ഉള്ള സേവിങ്സ് ഈ ഓരോ പ്രോപ്പർട്ടിക്കകത്ത് നമുക്ക് ഗ്രീൻ ബിൽഡിംഗ് ആണെങ്കിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ എഫക്റ്റ് നമുക്ക് ഗ്രീൻ ബിൽഡിംഗ് ആണ് നമ്മൾ ഇഫക്റ്റീവായിട്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതുപോലത്തെ കുറേ റിസോഴ്സസിൻ്റെ ഒരു യൂസേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതേപോലെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്, വാട്ടർ യൂസ്, എനർജി യൂസ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, വേസ്റ്റ് ജനറേഷൻ എല്ലാം നമുക്ക് കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇൻ എഫക്റ്റ് നമുക്ക് സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗിൻ്റെ ഒരു പാത്തിലേക്ക് ഈ പറഞ്ഞ ഗ്രീൻ ബിൽഡിംഗ് വെച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനകത്ത് വരുന്ന അഡീഷണൽ ആയിട്ടുള്ള റേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.